അപ്പോൾ നമ്മൾ എന്താവണം? നാം എല്ലാവരും ഒന്നിക്കണം. എങ്ങനെ ഒന്നിക്കണം? മുസ്ലിം സമൂഹം മുഴുവനും ഒന്നിക്കണം. പരസ്പരം സംഘടനകളായി വിഭജിച്ച് പരസ്പരം പോരാടുന്ന, വിമർശിക്കുന്ന, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ മോശമായി കാണുന്ന ആ സ്വഭാവം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദക്ഷിണയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. 7 ജില്ലകളിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടന അത് എല്ലാവരും ഒരുപോലെ ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഒത്തൊരുമ ഇതേപോലെയല്ല. മുസ്ലിം സമൂഹം എല്ലാവരും ഒന്നിക്കണം എന്നുള്ള പറയുന്ന ആഹ്വാനമല്ലാതെ ഒന്നിക്കാനുള്ള ഒന്നും കാണുന്നില്ല. എന്നാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. ഇന്ന് ഒരുപാട് വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ നമ്മുടെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയും നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടും നാം ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. ആ പശ്ചാത്തലത്തിൽ നാം എല്ലാവരും ഇഖ്തിലാഫിൽ അഇമ്മ റഹ്മത്തുൽ ലിൽ ഉമ്മ, പരസ്പരമുള്ള ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിന് നന്മയാണെന്ന് പറയും. അത് ശാഖാപരമായ കാര്യങ്ങൾ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ നിറയുന്നോട്ടെ. പൊതുവായ കാര്യങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ലാ ഉക്കഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ല, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആരെയും നമ്മൾ തള്ളിക്കളയുന്നില്ല എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച പശ്ചാത്തലത്തിൽ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന, അവരോടൊക്കെ സഹകരിക്കേണ്ട കാര്യങ്ങൾ സഹകരിച്ച് മുസ്ലിം സമുദായം എല്ലാവരും ഒന്നിക്കണം. എല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മുടെ അവകാശത്തിന് വേണ്ടി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതിനൊരു മാതൃകയാണ്. അത് എല്ലാ സുന്നി സംഘടനകളും അല്ലാത്ത സംഘടനകളും മുഴുവൻ മുസ്ലിം സമൂഹങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് നിന്നാൽ നാം കാലത്തിന് നേരിടുന്ന വെല്ലുവിളികളെ ഒരു പരിധിയോളം അതിനെ നേരിടാനും അതിന് പരിഹാരം കാണാനും കഴിയും എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ദക്ഷിണ കേരള ഭാഗത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുസ്ലിം സമൂഹം മുഴുവൻ ഈ ദക്ഷിണയുടെ പ്രവർത്തകരായി, അതിന്റെ വക്താക്കളായി, അതിന്റെ ആശയാദർശങ്ങളെ ഉൾക്കൊള്ളുന്നവരായി നിലകൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ കാണിച്ചെന്ന ആ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് സമൂഹത്തിനും സമുദായത്തിനും ഒരുപാട് നന്മകൾ ചെയ്ത് അവരെ എല്ലാ നന്മയുടെ വക്താക്കളാക്കി മാറ്റി അവർക്കും നമുക്കും നമ്മുടെ മുൻഗാമികളോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ ആഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്നുള്ള ദുആയോടെ എൻ്റെ ചെറുവാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.